അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ? ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളിയെന്ന ഒലക്കെ തള്ളിയായി. നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിന് മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ്, നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചാനലുകാർ ഇവിടെ ഉണ്ട്, ഓരും പണിയത് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഇവിടെ എളവണ്ണപ്പാറ പ്രസംഗിച്ചിരുന്നു. അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാ ഇതുപോലെ തന്നെ. ഇപ്പൊ സക്കാത്തിന്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ, 8 ആൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ, പള്ളി മദ്രസ ഒന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാനൊരു മസല പറഞ്ഞു. അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലുകാരാ അതിന് പറഞ്ഞത്. എന്തിനധികം പറഞ്ഞ് മഞ്ഞാന്ന് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടായി. സാദിഖ് അലി തങ്ങൾ അതിലുണ്ട്, അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ അതിലുണ്ട്, ഞങ്ങളൊക്കെ അതിലുണ്ട്. അവിടേക്കും ഇവർക്ക് അവസരം കൊടുത്തു. അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അതേ തന്നെയാണ് സാദിഖ് അലി തങ്ങളും പറഞ്ഞത്, സയ്യിദുൽ ഉലമയും പറഞ്ഞത്. എന്തേ പറഞ്ഞത്? കാലി ഫൗണ്ടേഷന് ഉണ്ടാക്കണം, വേണ്ടതാണ് എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാർക്ക്? ഒരാളൊരു സ്ഥലത്ത് കാലിയായാൽ അവൻ്റെ മഹല്ല് വിലായത്തിൽ അദ്ദേഹം കാലിയാണ്. ഒരാൾ ഇനിയൊരു 1000 മഹലിൽ കാലിയാണെങ്കിൽ 1000 മഹലിൽ അദ്ദേഹം കാലിയാണ്. അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ, തിരക്കടില്ല. ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ഇതിപ്പോൾ തങ്ങൾ അറിയിടാൻ നമുക്ക് മനസ്സിലായി. സാദിഖ് അലി തങ്ങൾ ഇത് അറിയിടാൻ നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആരാ? ചില കോമരങ്ങളുണ്ട്, പ്രാസംഗികന്മാരായി വന്ന അവരാ കളിക്കുന്നത്. കൺഫ്യൂഷനാക്കാൻ നോക്കണം. കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാലി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു. തങ്ങൾ പറഞ്ഞല്ലോ, തങ്ങളും പറഞ്ഞ് സാദിഖ് അലി തങ്ങളും പറഞ്ഞ്. നിങ്ങൾ ചന്തെടുത്ത് നോക്കിയാൽ കാണാം, നിങ്ങൾ കുന്തെടുത്ത് നോക്കി കാണാം. രണ്ടാളും പറഞ്ഞത് തങ്ങന്മാർ കാലിയായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ്, അതിന് തിരക്കടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതിന് ഞാനും പറഞ്ഞത്. പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ? ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളിയെന്ന ഒലക്കെ തള്ളിയായി. ഞാൻ പറഞ്ഞതന്നെ പറഞ്ഞുള്ളൂ, ഞാനതേ പറഞ്ഞുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളിട്ടോ, വേറെ കാര്യം നിങ്ങൾ ജീവിക്കണ്ടേ. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.